പോരാട്ടം, കടലിൽ നടത്തിയ വലിയ പോരാട്ടം പരാജയപ്പെട്ടെങ്കിലും വീരോചിതമായ ഞാൻ സംഘാടകനായ അദ്ദേഹത്തിന് ടെൻഷനായി. സംഘാടകർക്ക് ടെൻഷനാവും, ഞാൻ ടെൻഷനാകാതെ അവിടെ ഇരിക്കാനോ പറഞ്ഞു. ഞാൻ എപ്പോഴും പറയും, ഓടുന്ന വണ്ടിയിൽ കയറി നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. വണ്ടി നിർത്തുമ്പോഴേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കറണ്ട് വന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. വെറുതെ ടെൻഷനായിട്ട് കാര്യമുണ്ട്. This comes from close to the heels when you have visited Mogambiga temple twice, and this allegation has come from Delhi. How can he say that? When I am going for Mogambiga temple, it is my personal right. I have a constitutional right to believe in the God. How can he say that that is soft Hindutva? I have been going to Mogambiga for the last 37 years, from 90 onwards. I am a devotee of Kollur Mogambiga. I am a devotee of Kollur Mogambiga. I am very happy to say that. For the last 37 years, I have been visiting there for darshan. ടെൻഷൻ ആവണ്ട. പിണറായി വിജയനല്ല, VD സതീശനാ. മൈക്കിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ, കറണ്ട് പോയാൽ, ശുഭിതനാവാൻ, കടക്ക് പുറത്തെന്ന് പറയാൻ, വീട്ടിൽ പോയി ചോദിക്കെന്ന് പറയാൻ പിണറായി വിജയനല്ല. ആള് മാറി. ഇത് സതീശനാ. സതീശന് ഇത് ഇവിടെ നിന്ന് അതുള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു പബ്ലിക് വേദിയിൽ, ഒരു പൊതുവേദിയിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. എന്തൊക്കെയായിരുന്നു അല്ലേ കാട്ടിക്കൂട്ടല്. മൈക്കിൽ നിന്നൊരു ശബ്ദം പുറത്തു വന്നതിന് മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസെടുത്ത നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. എന്നിട്ട് ആ മനുഷ്യനെ കേസെടുത്ത് വേട്ടയാടി. എന്തിനാ? മൈക്കില് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്കിൽ നിന്ന് ഒരു കൂക്കൽ ശബ്ദം വന്നതിന് മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസെടുത്തു. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്കിൽ നിന്ന് ശബ്ദം വന്നപ്പോ മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസ്, മൈക്കിനെതിരെ കേസ് അല്ലേ? പോറ്റിപ്പാട്ട് പാടിയപ്പോ പാടിയ വ്യക്തിക്കെതിരെ കേസ്, പാട്ട് എഴുതിയ ഗായകനെതിരെ കേസ്, പാട്ട് റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോക്കെതിരെ കേസ്, അവിടുത്തെ മിക്സറിനെതിരെ കേസ്, സൗണ്ട് മിക്സറിനെതിരെ കേസ്. അങ്ങനെ ഒരു കാട്ടിക്കൂട്ടലായിരുന്നു പിണറായി വിജയന്. എന്നാ ഇപ്പോഴോ ടെൻഷൻ ആവണ്ട, കറണ്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ടെൻഷൻ ആവണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് പറയുമ്പോ അതാണ് ഞാൻ മറ്റൊരു ക്ലിപ്പും കൂടി നിങ്ങളെ കാണിച്ചത്. അത് ഇപ്പൊ കഴിഞ്ഞ ഒരു 2 മാസം ആവാറാകുന്നുള്ളൂ. മന്ത്രിസഭാ യോഗങ്ങൾ കഴിഞ്ഞ ഉടനെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട് അല്ലെ? പിണറായി വിജയന്റെ കാലത്ത് നമ്മൾ കാണാതെ പോയ ഒരു കാര്യം. അപ്പൊ അത് കാണുന്നുണ്ടെന്ന് മാത്രമല്ല, ആദ്യം കേരളത്തിലെ മാധ്യമങ്ങളോട് സംസാരം, അത് കഴിയുമ്പോ ദേശീയ മാധ്യമങ്ങളോട് ഇംഗ്ലീഷിൽ സംസാരം. ഞാനിങ്ങനെ ആലോചിച്ചത്, ഈ കഴിഞ്ഞ 10 വർഷക്കാലൊന്നും ഈ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകര്, ദേശീയ മാധ്യമങ്ങളുടെ പ്രതിനിധികള് അന്നൊന്നും കേരളത്തിൽ ഉണ്ടായില്ലേ? പിണറായി വിജയൻ തനിക്ക് പറ്റുമ്പോ ഒക്കെ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം 6 മണിക്ക് ഒരു മാസത്തിൽ ഒരു തവണ, 2 മാസത്തിൽ ഒരു തവണയൊക്കെ വാർത്താ സമ്മേളനങ്ങൾ നടത്താറുണ്ടായിരുന്നു പിണറായി വിജയൻ. അപ്പോ അന്ന് പറയാനുള്ളതൊക്കെ എഴുതി റെഡിയാക്കി എല്ലാം സെറ്റാക്കിയിട്ട് വന്നിട്ട് ദേശാഭിമാനിക്കാരനും കൈരളിക്കാരനും മാത്രം ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുത്ത് വാർത്താ സമ്മേളനം നടത്തി. അപ്പോഴാണല്ലോ ഇപ്പൊ ലാസ്റ്റ് സമയത്ത് എന്നാ പിന്നെ ഞങ്ങളെ വിളിച്ചു വരുത്തേണ്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ തിരിച്ചങ്ങോട്ട് ചോദ്യം ചോദിച്ചത്. അപ്പോ ഞാൻ ആലോചിക്കുന്നത്, ഈ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുന്ന ആളുകള്, ഞാൻ കരുതിയത് എന്താണെന്നറിയോ, കേരളത്തിലെ ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകള് അവർക്കൊന്നും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ല. ഇംഗ്ലീഷ് അറിയില്ല എന്നല്ല. ഇംഗ്ലീഷ് ഇപ്പോ മിക്ക ആളുകൾക്കും എഴുതാൻ അറിയും, വായിക്കാൻ അറിയും. ഒരു ലെറ്റർ
ഫോം ചെയ്യാൻ പറഞ്ഞാൽ അതിന് കഴിയും. ഒരു കംപ്ലൈന്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് ചെയ്യാൻ കഴിയും. ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കി അതിന് റിപ്ലൈ കൊടുക്കാൻ കഴിയും ഇംഗ്ലീഷിൽ. ഇതിനൊക്കെ കഴിയും. അപ്പോ സംസാരിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഞാൻ കരുതിയത്. അപ്പൊ എന്റെ ആ ധാരണ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ എനിക്ക് വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകേണ്ടി വന്നു എന്നുള്ളതാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, മാധ്യമ പ്രവർത്തകർക്ക്, അല്ലെങ്കിൽ ഈ ജേർണലിസ്റ്റുകൾക്ക് ഇംഗ്ലീഷിലും ചോദ്യം ചോദിക്കാൻ അറിയാമെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഞാൻ കേരളത്തിലെ കാര്യം പറയുന്നത്, ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളുടെ കാര്യമല്ല പറയുന്നത്. അപ്പോ ഇവർക്ക് ഇത് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കാൻ അറിയുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതോടൊപ്പം എനിക്കൊരു കാര്യം കൂടി മനസ്സിലായി. എന്താണെന്നറിയോ? ഇംഗ്ലീഷിൽ ചോദിച്ചാല് ഇംഗ്ലീഷിൽ തന്നെ മറുപടി പറയാനും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയാമെന്നുള്ളത് എനിക്ക് ബോധ്യമായതും വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നപ്പോഴാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയിട്ടില്ല. കേരളം കാത്തിരുന്ന മുഖ്യമന്ത്രി എന്ന് നമ്മൾ വെറുതെ പറയുന്നൊന്നല്ല, എന്തോ സതീശന്റെ വലിയ ആരാധകനായതുകൊണ്ടൊന്നല്ല. സതീശന്റെ ആരാധകനേ അല്ല കേട്ടോ. ആരാധനയുണ്ട്, അത് സതീശനോടല്ല. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിനോടും, ഇനിയിപ്പോ എന്താ പറയേണ്ടത്, ഒരു അത്ലറ്റ്, ഈ ഫുട്ബോൾ ആവട്ടെ ക്രിക്കറ്റ് ആവട്ടെ, ഒരാളോടും ഒരു ആരാധനയില്ല. ആരാധനയുണ്ട്, അത് പടച്ച റബ്ബിനോട്. അപ്പോ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാ. നമ്മുടെ മന്ത്രിമാര്, നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ആയിരുന്നെങ്കിലെന്ന്. കാരണം നമ്മള് സാക്ഷരതയിൽ 1-ാം സ്ഥാനത്താ. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിമാര് അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാരൊക്കെ പോയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു കേട്ടിട്ട് നാണം കെട്ട് തലകാറ്റിരിക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രി വരുന്നു. ആ മനുഷ്യന്റെ സംസാരം മാത്രമല്ല, ആ മനുഷ്യന് ഭാഷയിലുള്ള പ്രാവീണ്യം മാത്രമൊന്നല്ല, ആ മനുഷ്യന്റെ കഴിവെന്ന് പറയുന്നത് അത് വളരെ വളരെ നമ്മൾ കാണേണ്ടതാണ്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ, അത് ഒന്ന് ഈ പറയുന്ന ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ദീക്ഷാരംഭ് 2026 എന്ന് പറയുന്ന പരിപാടി, അതുപോലെ നിയമസഭയുടെ സെൻട്രൽ ഹാളിൽ നടന്ന മറ്റൊരു പരിപാടി. ഈ 2 പരിപാടികളില്, അതുപോലെ മറ്റൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ വാർത്താ സമ്മേളനത്തിന് മുൻപുള്ള 2 പ്രസംഗങ്ങൾ സതീശൻ നടത്തിയത്, സതീശന്റെ വീക്ഷണം, സതീശൻ കേരളത്തെ എങ്ങനെ കാണണം എന്നതിനെ കുറിച്ച് ആ മനുഷ്യന് കൃത്യമായ ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കേൾക്കാതിരുന്നത് പോലെ തന്നെ ഇന്ന് സതീശൻ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അന്നൊക്കെ ചോദ്യം ചോദിക്കുന്നവരോട് കടക്ക് പുറത്ത്, ചോദ്യം ചോദിച്ച സഖാവിനോട് നീ വീട്ടിൽ പോയി ചോദിക്കടാ എന്നുള്ള മറുപടി, മൈക്കിനെതിരെ കേസ്, മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസ്, സൗണ്ട് മിക്സറിനെതിരെ കേസ്, അങ്ങനെ സ്റ്റുഡിയോക്കെതിരെ കേസ്, പലതിനുമെതിരെ കേസ്. വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു പിണറായി വിജയന്. ദേശാഭിമാനിക്കാരനും കൈരളിക്കാരനും ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം ഭയങ്കര കംഫർട്ടബിളാ. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളിപ്പോ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആനുവൽ എക്സാം വരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കിട്ടുമ്പോൾ ആദ്യം ഒന്ന് കണ്ണോടിക്കും. അപ്പൊ അതില് ചില ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം എന്താ, നമുക്ക് അത്രയും തറോ ആയിട്ട് എഴുതാൻ പറ്റുന്ന ആൻസറുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. എന്നാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വെരി അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. എന്നാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു അറിയാം? ദേശാഭിമാനിക്കാരനും കൈരളിക്കാരനും ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ കംഫർട്ടബിൾ, മറ്റുള്ളവർ ചോദിച്ചാലോ വെരി അൺകംഫർട്ടബിൾ. കാരണം അത് ദേശാഭിമാനിക്കാരനും കൈരളിക്കാരനും ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ടല്ല, ആ ചോദ്യം ആദ്യം തന്നെ ഈ പറയുന്ന AKG സെന്ററിൽ നിന്ന് എഴുതി കൊടുത്തതാ. ആ എഴുതി കൊടുത്ത ചോദ്യം വരുമ്പോഴുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു കംഫർട്ട്നെസ് പിണറായി വിജയന്റെ ഇടയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പിണറായി വിജയന്റെ അടുത്ത് നിന്ന് നമ്മൾ കേട്ടത് എന്തൊക്കെയാ? പരനാറിയും ചെറ്റത്തരവും ചെറ്റയും നികൃഷ്ടജീവിയും ഒക്കെയാണ് പിണറായി വിജയന്റെ വായിൽ നിന്ന് നമ്മൾ കേട്ടത്. എന്നാൽ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാ? ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ, ഒന്ന് ബ്രെയിൻ ഡ്രെയിൻ ആണ്, മറ്റൊന്ന് മൈഗ്രേഷൻ ആണ്, ഒന്ന് റെമിറ്റൻസ് ആണെങ്കിൽ മറ്റൊന്ന് റിവേഴ്സ് റെമിറ്റൻസ് ആണ്, ഒന്ന് തിങ്ക് ടാങ്ക് ആണെങ്കിൽ
അങ്ങനെ പല വിധത്തിലുള്ള വാക്കുകള് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ കൂടെ നമ്മള് പല മേഖലയെ കുറിച്ച്, ഇപ്പൊ ധനകാര്യ മേഖല, സാമ്പത്തിക മേഖലയെ മാത്രം കുറിച്ചല്ല നമ്മൾ കേൾക്കുന്നത്. ആരോഗ്യ മേഖലയെ കുറിച്ച് കേൾക്കുന്നു, വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് കേൾക്കുന്നു, IT മേഖലയെ കുറിച്ച് കേൾക്കുന്നു. അങ്ങനെ എന്തിനധികം ഈ പറയുന്ന സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട പല മേഖലകളെ കുറിച്ചുമുള്ള വാക്കുകളും സംസാരങ്ങളും, ആരോഗ്യ മേഖലയെ കുറിച്ച്, ആരോഗ്യ മേഖലയെ ഈ AI സംവിധാനങ്ങളുമായിട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ച്, അങ്ങനെ ഒരു വലിയ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ആ സതീശനെ കുറിച്ച് നമ്മൾ 4 വാക്ക് പറയണ്ടേ? പറയണല്ലോ. കാരണം അതാണ് നേതാവ്. നായകൻ എന്ന് പറഞ്ഞാൽ അതാണ് നായകൻ. ഇപ്പൊ എന്ത് നമ്മൾ കാണുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മള് ലോകത്ത് കാണുന്ന പല ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് റീജൻസ് എന്നൊക്കെ പറയുന്ന പല മേഖലകളുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ദുബൈ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പറയാനും, കാരണം നമുക്ക് എല്ലാവർക്കും വലിയ അനുഭവമുള്ള ഒരു മേഖലയായതുകൊണ്ട്, അല്ലെ? പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒക്കെ പലതവണ പോയിട്ടും ജീവിച്ചതും താമസിച്ചതും ജോലി ചെയ്തതും ഒക്കെ ആയ ഒരു ഇടം എന്നുള്ള രീതിയിൽ ദുബൈയെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ദുബൈയെ എത്തിച്ചതിനുള്ള കാരണം എന്താ? അവിടുത്തെ ഭരണാധികാരികൾക്ക് അവര് അപ് ടു ഡേറ്റ് ആയിരുന്നു. ലോകത്ത് എന്താണ് നടക്കുന്നത്, എന്താണ് പുതിയ ടെക്നോളജി, എന്താണ് പുതിയ സിസ്റ്റം, അതുമായിട്ട് അവർ വളരെ കണക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് അവരുടെ നാട്ടിൽ അതൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ ചെറ്റത്തരും നികൃഷ്ടജീവിയും വീട്ടിൽ പോയി ചോദിക്കലും കടക്ക് പുറത്തും ഒക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ, അല്ലേ? എന്നാൽ നമ്മുടെ നാട്ടിലെ ഭരണാധികാരിയായ പിണറായി വിജയൻ അടിക്കടി ദുബൈയിൽ, ന്യൂയോർക്കിൽ, ലണ്ടനിൽ, സ്വിറ്റ്സർലാൻഡിൽ അങ്ങനെ എല്ലായിടത്തും പോകുന്നുണ്ട് മൂപ്പര്. എന്നാ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ അവിടെയാണ് സതീശൻ എന്ന് പറയുന്ന, അവിടെയാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന മുന്നണിയുടെ ദുരവസ്ഥയും നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കപ്പെടുന്നത്. സതീശന് മുന്നിൽ വെറും കൃമീടങ്ങളായിട്ട് ഒതുങ്ങിപ്പോകുകയാണ് ഇപ്പൊ അവര്. വല്ലാത്തൊരു ഗതികേടാ. എന്താ കാരണം? കാരണം സതീശനായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റൂല. സതീശനായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ സതീശനോളം അല്ലെങ്കിൽ അതിനടുത്തെത്തുന്ന രീതിയിലെങ്കിലും ഉള്ള ഒരു കപ്പാസിറ്റി വേണം. അതില്ലാതെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും? മനസ്സിലായില്ലേ? അതിന് ഈ പറയുന്ന പാർട്ടി ക്ലാസുകളുടെ അന്തംഗമികളുടെ ഈ ക്ലാസുകൾ, പാർട്ടി ക്ലാസുകൾ മതിയാകില്ല എന്നുള്ളതാണ്. സതീശനായിട്ട് മുട്ടി നിൽക്കണമെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെടണം, പഠിക്കണം, വായിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. എല്ലാത്തിനും ഉപരി കോമൺ സെൻസ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ ഇന്നലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഈ സതീശൻ നിങ്ങൾ കണ്ട ദൃശ്യത്തില് അവിടെ പിണറായി വിജയനാണ്. പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ കുതൂഹലായിരിക്കും ഉണ്ടാകുക, അല്ലേ? അപ്പൊ അവിടെ ഈ എന്തുണ്ടായിട്ടും കാര്യമില്ല, കോമൺ സെൻസ് വേണം, അതും കൂടി വേണമല്ലേ? അപ്പൊ അതില്ലാതെ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന സതീശൻ എന്ന് പറയുന്നതിന്റെ കാരണവും അത് തന്നെയാണ് എന്നുള്ളതാണ്.